കോതമംഗലത്ത് മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസും പോലീസിനെ ആക്രമിച്ചതും മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. മാത്യു കുഴൽനാടനും ഷിയാസും നേരിട്ട് ഹാജരാകാനാണ് കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ചേതൻ ചേരുകയാണ്. ചേതൻ, ഗൗരവതരമായ ഇടപെടലുകളാണ് ഇന്നലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഈ സമരത്തിന്റെ ഭാഗമായി ഉണ്ടായത്. വലിയ തോതിൽ അക്രമം നടത്തുന്നു, ഒപ്പം തന്നെ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന സാഹചര്യം. ഈ പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിയിലേക്ക് പോലീസ് നീങ്ങിയത്. അവരെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് ഇടക്കാല ജാമ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. ഇന്ന് നേരിട്ട് ഹാജരാകാനാണ് കുഴൽനാടനോടും മുഹമ്മദ് ഷിയാസിനോടും കോടതി പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ മനു, ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുന്നതായിരിക്കും. ഇന്ന് രാവിലെ 12 മണിയോടുകൂടിയാണ് മുഹമ്മദ് ഷിയാസും മാത്യു കുഴൽനാടനും കോതമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത്. ഈ പോലീസ് ഈ റിപ്പോർട്ട് ലഭിക്കുന്ന ഒരു താമസം മൂലമാണ് ഇപ്പോൾ കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്നതായി മാറ്റിയത്. ഇന്നലെ നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ ഇന്ദിരാ രാമകൃഷ്ണന്റെ ഈ മരണത്തിൽ, ഈ ആന ചവിട്ടി ഉണ്ടായ മരണത്തിൽ ഈ മകൻ നോക്കി നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ, അതായത് DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഈ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടുപോയത്. തുടർന്ന് റോഡിൽ വെച്ച് മണിക്കൂറുകളോളം വെയിലത്ത് വെച്ച് ഈ പ്രതിഷേധ സമരം എന്ന പേരിൽ ഒരു പ്രാകൃത സമരം തന്നെ നടത്തിയത്. ഇത് മൃതദേഹത്തോടുള്ള അനാദരവ് കാണിക്കുന്നത് തികച്ചും ഗൗരവമേറിയ കുറ്റകൃത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ പോലീസിനെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യവർഷം നടത്തുകയും അവരുടെ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഈ തടസ്സം വരുത്തുന്ന കുറ്റവും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്യു കുഴൽനാടനെയും DCP പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ജീപ്പ് കല്ലെറിയുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പൊതുമുതൽ നശിപ്പിക്കുന്നതിലും പൊതുമുതൽ നശിപ്പിച്ചതിലും ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഈ മണിക്കൂറുകളോളം ശരി ചേതൻ, വ്യക്തമാണ് കാര്യങ്ങൾ. ചേതനാണ് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.